കഴിഞ്ഞ ഒരു മാസമായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഡെവിൻ എ ഐ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന്റെ ജോബ് റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളത്. ഞാൻ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞില്ല. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഒരിക്കലും ടെക്നോളജി ഫീൽഡിൽ ചാടി കയറി ട്രെൻഡിന്റെ പിന്നാലെ പോകരുത്. അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം നല്ലതാണ്, അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കണം നല്ലതാണ്. കാരണം എന്താണ് മാർക്കറ്റിൽ നടക്കുന്നതൊക്കെ അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ ഒരിക്കലും ഡീപ്പായിട്ട് അതിലേക്ക് പോകരുത്. കാരണം എന്താണ് അതിന്റെ ഫ്യൂച്ചർ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ ആ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ഇല്ലാണ്ടാവാം. പിന്നെ കുറേ ടെക്നോളജി മാർക്കറ്റ് ഹൈപ്പാണ്. അവർ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണ കുറേ നാടകമുണ്ട്. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഡീപ്പായിട്ട് നിങ്ങൾ പുതിയ ടെക്നോളജിയിൽ അപ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യരുത് ടൈം. പിന്നെ പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസേഴ്സ്, അതായത് യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാമിൽ റീൽ ഇടുന്നവരായിക്കോട്ടെ, ആരായാലും പുതിയ എ ഐ അങ്ങനത്തെ ഓരോന്ന് കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഒപ്പീനിയൻ അപ്പോൾക്ക് തന്നെ പറയരുത്. അത് നല്ല രീതിയിൽ എല്ലാവരെയും ഇമ്പാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയണ ഡെവിൻ എ ഐ നമ്മളുടെ ജോബ് റീപ്ലേസ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ പുതിയ സ്റ്റുഡൻസിനൊക്കെ അത് ഒരു ഡിമോട്ടിവേഷനാണ്. അവർക്ക് പിന്നെ ഈ ഫീൽഡിൽ വരാൻ പേടിയാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ഒപ്പീനിയൻ പ്രോപ്പറായിട്ട് റീസെർച്ച് ചെയ്യാണ്ട് പറയരുത്. ഇനി നമുക്ക് ഇതിലേക്ക് ഡൈവ് ഇൻ ചെയ്യാം. ഡെവിൻ എ ഐ നമ്മളുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ ജോബ് റീപ്ലേസ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ദ ഫസ്റ്റ് എ ഐ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നാണ് ഇവർ ക്ലെയിം ചെയ്യണത്. കാരണം എന്ത് ടെക്നോളജിയിലും അല്ലെങ്കിൽ എന്ത് ഡൊമൈനിലും ഫസ്റ്റായിട്ട് ഒരാൾ ഇറങ്ങുമ്പോൾ അവർക്കായിരിക്കും കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡെവിൻ എ ഐനെ പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവർക്ക് എത്ര $21 million ആണ് ഇവർക്ക് ബേസിക്കലി ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് ഡെവിൻ്റെ മെയിൻ ഇഷ്യൂ? ഞാനിങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? ഒന്നാമത് നേരത്തെ പറഞ്ഞ പോലെ കുറേ പേര് ചോദിച്ചുകൊണ്ടാണ്. രണ്ടാമത് ഡെവിൻ്റെ കുറേ കാര്യങ്ങൾ എക്സ്പോസ് ആയി. അപ്പോൾ ഡെവിൻ്റെ യഥാർത്ഥ മുഖം കുറേ ആൾക്കാർ തുറന്ന് കാണിച്ചു തന്നു. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോ റിലീസ് ചെയ്യണത്. അപ്പോൾ ഡെവിനെ പേടിച്ചിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരെ കുറേ തെറ്റിദ്ധാരണകൾ ഇതിൽ കൂടെ മാറിക്കിട്ടും. അപ്പോൾ ആദ്യം എനിക്ക് കാണിച്ചു തരാനുള്ളത് ഇന്റർനെറ്റ് ഓഫ് ബഗ്സ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറിന്റെ വീഡിയോ ആണ്. അപ്പോൾ ഡിബങ്കിങ് ഡെവിൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട് ഇദ്ദേഹത്തിന്റെ. ഇതിപ്പോൾ റിലീസായിട്ട് 6 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം. ഇത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റില്ല എനിക്ക്, കാരണം ചിലപ്പോൾ അത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒന്ന് കിട്ടണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ പ്ലേ ചെയ്യണില്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടാൽ ഇദ്ദേഹം ഡെവിൻ എ ഐനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മാൻഡിൽ ചെയ്യുന്നുണ്ട്. കാരണം ഡെവിൻ എ ഐന്റെ ടീം പറഞ്ഞിട്ടുള്ള ക്ലെയിം, അവർ പറഞ്ഞിട്ടുണ്ട് അപ്വർക്കിലത്തെ പ്രൊജക്ട്സ് ഒക്കെ ഡെവിൻ എ ഐ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇദ്ദേഹം അത് പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്വർക്കിലത്തെ പ്രൊജക്റ്റിൻ്റെ പകുതി പോലും ഡെവിൻ എ ഐ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവരിൽ കൊടുത്തിട്ടുള്ള ഉത്തരങ്ങൾ തെറ്റാണ്. അദ്ദേഹം ഗിറ്റ് ഹബിലത്തെ ഫയൽസുകൾ തെറ്റാണ്. ബേസിക്കലി ഡെവിൻ്റെ ടീം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ആ വീഡിയോ ഫേക്ക് ചെയ്തു. കാരണം അങ്ങനെ ചെയ്താലാണ് ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. കാരണം അതുകൊണ്ടാണ് നമുക്കിത് ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റാത്തത്. എന്തുകൊണ്ടാണ് ഡെവിൻ എ ഐ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്? അത് ഈ ഒറ്റ റീസൺ കൊണ്ടാണ്. കാരണം നമ്മളത് യൂസ് ചെയ്ത് തുടങ്ങിയാൽ ഇവർ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പോസ് ആവും. പക്ഷേ താങ്ക്ഫുള്ളി അത് അതിന് മുന്നേ തന്നെ ആയി തുടങ്ങി. അപ്പോൾ ബേസിക്കലി ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് പറയാനുള്ളത്, അപ്വർക്കിൽ ഡെവിൻ ക്ലെയിം ചെയ്ത ഫ്രീലാൻസ് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തത് കംപ്ലീറ്റ്ലി ഫേക്ക് ആയിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടിയും ഇൻഡെപ്തിലേക്ക് കിടക്കാം. അതായത് ഇപ്പോൾ ഡെവിൻ എ ഐ സക്സസ്ഫുൾ ആണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ബെഞ്ച് മാർക്സ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചാറ്റ് ജി പി ടി, നമ്മളിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ചാറ്റ് ജി പി ടി 3.5ൻ്റെ പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും 0.5% ആണ് ഇതിൻ്റെ സക്സസ് റേറ്റ്. അതായത് കറക്റ്റായിട്ട് ഉത്തരം തരുന്നത് 0.52% മാത്രമാണ്. പക്ഷേ ചാറ്റ് ജി പി ടി 4 അതൊരു പെയ്ഡ് പ്ലാനിലാണ്. $25 കൊടുത്താലാണ് നമുക്ക് ചാറ്റ് ജി പി ടി 4 കിട്ടുള്ളൂ. അതിലും ലിമിറ്റേഷൻസ് ഉണ്ട്, അതിലേക്ക് നമ്മൾ കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ 1.74% ഹയർ ആണ് ചാറ്റ് ജി പി ടി 3.5ന് കാട്ടിയും. പിന്നെ അതേപോലെ തന്നെ വേറെ കുറേ എ ഐസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 3%, 3.9%, 4.8% ഒക്കെ. പക്ഷേ ഡെവിൻ ഇവിടെ നിൽക്കുന്നത് വൂപ്പിംഗ് 13.8%ലാണ്. അതായത് ചാറ്റ് ജി പി ടി 3.5 കാട്ടി എത്രയോ ഉയരത്തിൽ. അപ്പോൾ ചാറ്റ് ജി പി ടി നമുക്കറിയാം ഡീസൻ്റ് ആയിട്ട് നമുക്ക് ഓരോ കോഡും കുറേ സ്ക്രിപ്റ്റുകളും പല കാര്യങ്ങളും അത് ജനറേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ കോഡ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡോക്യുമെൻറ്റേഷൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇമെയിൽ ലെറ്റർ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ബ്ലോഗ് പോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ചാറ്റ് ജി പി ടി എഴുതി തരും. പക്ഷേ ഇവിടെ ഡെവിൻ 13% കൂടുതലാണ് ചാറ്റ് ജി പി ടിന് കാട്ടിയും. അപ്പോൾ അതായത് ബേസിക്കലി ചാറ്റ് ജി പി ടിക്ക് ചെയ്യാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളാണ് ഡെവിൻ ചെയ്തതെന്ന് പറയുന്നത്. പക്ഷെ അത് ഓൾറെഡി നമ്മൾ എക്സ്പോസ് ചെയ്തു. ഇവിടെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും അവർ പറഞ്ഞിട്ടുള്ള മെജോറിറ്റി കാര്യങ്ങൾ ഫേക്ക് ആയിരുന്നു. അത് ജസ്റ്റ് ഈ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ ആ വീഡിയോ ആ രീതിയിലാണ് അവർ കാണിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ്, ഇത് അത്രയ്ക്ക് വലിയ ഡിഫറൻസ് ആണോ ഈ ചാറ്റ് ജി പി ടി 3.5ഉം ഇപ്പോൾ ഈ 4.8ലുള്ള ക്ലോഡ് 2 ഉള്ളത്? അത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് നടത്തി വെക്കാം. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ചാറ്റ് ജി പി ടി 3.5 ആണ്. എൻ്റെ നേരത്തെ 4 ഉണ്ടെന്നാണ് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഞാൻ കുറച്ച് ഇമേജസും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. അപ്പോൾ ആവശ്യം കഴിഞ്ഞപ്പോൾ ഞാനത് അൺസബ്സ്ക്രൈബ് ചെയ്തു. കാരണം പ്രത്യേകിച്ച് എനിക്ക് വലിയ ഡിഫറൻസ് തോന്നിയില്ല. ആൻസേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ജസ്റ്റ് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളുണ്ട് ചാറ്റ് ജി പി ടി 4ൽ.
നമുക്ക് ഇമേജ്, ലോഗോസ്, വീഡിയോസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ബേസിക്കലി ഒരു AI മാർക്കറ്റ് പ്ലേസ് പോലെയാണ്. അപ്പോൾ പല ടൈപ്പിലുള്ള AIs ChatGPT 4 ഉള്ളിലുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ChatGPT 3.5 വന്നിട്ട് ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് ചെയ്താൽ നമുക്ക് ചോദിക്കുക ബേസിക്കലി ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടു ഡു ആപ്പ് എഡിറ്റും ഡിലീറ്റും സബ്മിറ്റും ഒക്കെ ഉള്ള ഒരു ടു ഡു ആപ്പ് ജനറേറ്റ് ചെയ്ത് തരും എന്നുള്ള രീതിയിൽ നമുക്ക് ChatGPT പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുന്നുണ്ട് ക്രിയേറ്റ് മീ എ ബ്യൂട്ടിഫുൾ ടു ഡു ആപ്പ് ഇൻ റിയാക്ട് ഹുക്സ് ആൻഡ് ടെയിൽവിൻഡ്. അപ്പോൾ റിയാക്ട് ഹുക്കും ടെയിൽവിൻഡും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ടു ഡു ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. ടു ഡു ആപ്പ് നീഡ്സ് ടു ഹാവ് എ ടെക്സ്റ്റ് ബോക്സ് ആൻഡ് എ സബ്മിറ്റ് ബട്ടൺ. ഇറ്റ് ഷുഡ് ഓൾസോ സബ്മിറ്റ് ഓൺ എൻ്റർ കീ. അപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവണം, ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവണം. നമ്മൾ എൻ്റർ അമർത്തി കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ചെയ്യണം. ദ ടു ഡു ആപ്പ് നീഡ്സ് ടു ഹാവ് എൻ എഡിറ്റ് ആൻഡ് ഡിലീറ്റ് ഫംഗ്ഷനാലിറ്റീസ്. എഡിറ്റും ഡിലീറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാലിറ്റീസ് വേണം. ദ UI ഷുഡ് ലുക്ക് ആസ് ക്ലീൻ ആസ് പോസിബിൾ. ബേസിക്കലി നമ്മുടെ UI കുറച്ചുകൂടി വൃത്തിയും കാര്യങ്ങളും ഉണ്ടാവണം. അപ്പോൾ ഇവിടെ കുറേ ഗ്രാമർ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഉണ്ടാവും. പക്ഷേ അത് കുഴപ്പമില്ല, കാരണം ChatGPT അതൊക്കെ ഫിഗർ ഔട്ട് ചെയ്തിട്ട് അത് ക്രിയേറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഇതിന് എൻ്റർ കൊടുക്കുക. എന്നിട്ട് ഇത് കോഡ് ജനറേറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഈ ഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള Claude 2 ഇത് 4.8% ആണ് ChatGPT 3.5 കാട്ടിയും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, സെയിം പ്രോംപ്റ്റ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റുമല്ലോ. ഈ 4ഉം 0.5ഉം തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ആക്ച്വലി ഇതിൽ കൂടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഊഹം വെച്ചിട്ട് നമുക്ക് ഈ 13 എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് ഗസ് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ Claude 2 ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാനിത് ആക്ച്വലി ആദ്യമായിട്ടാണ് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്കിത് ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഈ ടോക്ക് ടു Claude എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് സൈൻ അപ്പ് ചെയ്യണം. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ അമർത്തിയിട്ട് സൈൻ അപ്പ് ചെയ്യാം. ഇപ്പോൾ അവർ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ വെരിഫിക്കേഷൻ കുറച്ച് കൂടുതലാണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നമ്മൾ പേര് കൊടുക്കുക, നമുക്കിവിടെ ഡീബഗ് മീഡിയ എന്ന് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് അമർത്താം. അക്നോളജ് ചെയ്യുക. ഇവർ എല്ലാത്തിനും നമുക്ക് യെസ് കൊടുക്കുക, കാരണം നമുക്ക് പ്രശ്നമുള്ളതല്ല. നമുക്ക് ആ പ്രോംപ്റ്റ് യൂസ് ചെയ്യണം, അത് മാത്രമാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. സ്റ്റാർട്ട് യുവർ ഫസ്റ്റ് മെസ്സേജ് വിത്ത് Claude. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് മെസ്സേജ് ഉണ്ട്. നമുക്ക് ആദ്യം വേണമെങ്കിൽ ഒരു ഹായ് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹായ് കൊടുത്തപ്പോൾ ഹലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പ്രോംപ്റ്റ് അതേപോലെ ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ എൻ്റർ കൊടുക്കുക, ഇതും ജനറേറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇത് ജനറേറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, വീറ്റ് വെച്ചിട്ട് നമുക്കൊരു റിയാക്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൊജക്റ്റ് സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി വന്നിട്ട് npm ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വന്നിട്ട് ടെയിൽവിൻഡ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം എല്ലാ ഫയലും സേവ് ചെയ്തിട്ട് നമുക്കിവിടെ npm run dev കൊടുക്കുക. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു കോഡിംഗ് ട്യൂട്ടോറിയൽ അല്ല. അപ്പോൾ അതുകൊണ്ട് ടെയിൽവിൻഡ് ഒക്കെ ഞാൻ ജസ്റ്റ് നമ്മുടെ കോഡ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്യണത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ വേറെ വീഡിയോസ് ഉണ്ട് ചാനലിൽ. അപ്പോൾ അത് നോക്കി പഠിച്ചാൽ മതി. അപ്പോൾ ഇത് കോഡിംഗ് ട്യൂട്ടോറിയൽ അല്ല. ഇപ്പോൾ ഡെവിൻ AIൻ്റെയും പിന്നെ ബാക്കിയുള്ള ChatGPTൻ്റെ ഒക്കെ സത്യാവസ്ഥ കാണിച്ചു തരണം നിങ്ങൾക്ക്. ഇപ്പോൾ നമുക്ക് സെർവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊജക്റ്റ് ഇപ്പോൾ വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ChatGPT അതാണ് ഏറ്റവും കുറവുള്ള പെർസെൻറ്റേജ്. അപ്പോൾ അതിലത്തെ കോഡ് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി കോഡ് ഞാൻ എടുത്തിട്ട് ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഞാനിവിടെ ChatGPT 3 എന്ന് കൊടുക്കുക .jsx. ഇതിൻ്റെ ഉള്ളിലാണ് ഞാനത് പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ വേറെ ഒന്നും മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല, അതേപോലെ പേസ്റ്റ് ചെയ്യാണ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഈ ടു ഡു ആപ്പ് നമുക്ക് app.jsx-നുള്ളിൽ ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ കോഡ് ഇതേപോലെ ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാ കോഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ചേഞ്ചസ് ഒന്നും കാണില്ല, കാരണം UUID നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ ChatGPT UUID എന്ന് പറഞ്ഞൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് യുണീക്ക് ID കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഇപ്പോൾ നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ടു ഡു ആപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടെക്സ്റ്റ് ബോക്സും കിട്ടിയിട്ടുണ്ട്, ആഡ് ടു ഡു എന്ന് പറഞ്ഞ ബട്ടണും ഉണ്ട്. ഇത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം വീട്ടിലുള്ള കുറച്ച് CSS ഉണ്ട്, അത് മൊത്തം ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് കാണാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇത് മൊത്തം ഞാൻ കമൻറ്റ് ചെയ്യാണ്. അതേപോലെ index.csv വന്നിട്ട് ഈ കാണുന്ന കോഡും ഞാൻ ഫുള്ള് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ആകെ ഉള്ളത് ChatGPT തന്ന കോഡും ടെയിൽവിൻഡും ഇത് മാത്രമാണ് ഇപ്പോൾ ഈ പ്രൊജക്റ്റിലുള്ളത്. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് ബാക്കി പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വൈറ്റ് സ്ക്രീനിൽ ടെക്സ്റ്റ് ബോക്സും ബട്ടണും കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം ഒന്ന് ഡാർക്ക് ആക്കുക, കാരണം ഇനി അഥവാ ഇരുട്ടത്ത് കാണുന്നവർക്ക് കണ്ണിന് ബുദ്ധിമുട്ടാവണ്ട. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് അൺകമൻറ്റ് ചെയ്യാണ്. അതിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ്, കാരണം രാത്രിയൊക്കെ നമ്മൾ വീഡിയോ കാണുമ്പോൾ കുറേ ഡാർക്ക് സ്ക്രീൻ കണ്ടിട്ട് പെട്ടെന്ന് ബ്രൈറ്റ് സ്ക്രീൻ കാണുമ്പോൾ നമ്മൾ കണ്ണൊക്കെ നല്ല രീതിയിൽ സീനാവും. ഓക്കെ, ഇപ്പോൾ കാണുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്ന് വർക്ക് ആവണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ ഹായ് കൊടുക്കുക, എൻ്റർ അമർത്തുക. ഇപ്പോൾ എൻ്റർ വർക്ക് ആവുന്നുണ്ട്. നമുക്കിനി ഇവിടെ എന്തെല്ലാം ടൈപ്പ് ചെയ്തിട്ട് ആഡ് അമർത്തി നോക്കുക. അപ്പോൾ അതും വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ കളർ നോക്കണ്ട, ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആക്കിയോണ്ടാണ്, പക്ഷെ അല്ലെങ്കിൽ ഇത് കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ഇനിയിപ്പോൾ എഡിറ്റ് അമർത്തി കഴിഞ്ഞാൽ നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് വരുന്നുണ്ട്, പക്ഷേ അത് ടൈപ്പ് ചെയ്യുമ്പോൾ അപ്പം തന്നെ പോവാണ്. അപ്പോൾ അത് ആക്ച്വലി ഒരു ബഗ്ഗാണ്. അതുപോലെ ഡിലീറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇതൊന്നുകൂടിയും ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഡിലീറ്റ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് പോകുന്നുണ്ട്. എഡിറ്റിൽ മാത്രമാണ് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
കാരണം എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു കീ അമർത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ എഡിറ്റ് പോകും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു കീ അമർത്തി അപ്പം തന്നെ എഡിറ്റ് പോകണം എന്നുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി അവർ ഓൺ ചേഞ്ചിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോഡ് എടുത്ത് നോക്കാം. ChatGPT 3.j6 പോയിട്ട് നമുക്ക് ഒരു എഡിറ്റിൻ്റെ കോഡ് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് to-do.isEditing എന്ന് കാണാൻ പറ്റും. ഇവിടെ ഓൺ ചേഞ്ചിൽ ഹാൻഡിൽ അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മാപ്പ് ചെയ്തിട്ട് ID = ID ആണെന്ന് നോക്കും. ആണെങ്കിൽ എന്ത് ചെയ്യും, ആ ടെക്സ്റ്റിന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ isEditing ഫോൾസ് ആക്കുന്നുണ്ട്. അപ്പോൾ isEditing ട്രൂലാണ് ടെക്സ്റ്റ് ബോക്സ് വരാം. പക്ഷെ നമ്മൾ ഓരോ കീ സ്ട്രോക്കിലും isEditing ഫോൾസ് ആക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ആ എഡിറ്റിംഗ് പ്രോപ്പറായിട്ട് വർക്ക് ആവാത്തത്. പക്ഷേ ഇതൊരു ചെറിയ ബഗ്ഗായിരിക്കും ആർക്ക്, സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക്. പക്ഷേ കോഡിംഗ് അറിയാത്ത ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു കോഡായിട്ട് എന്ത് പറ്റും, ആ ടു ഡു ആപ്പ് ഇപ്പോൾ നമ്മൾ കണ്ട പോലെ കാണാൻ പറ്റും. പക്ഷേ ഇതേപോലെ എന്തെങ്കിലും ബഗ്ഗോ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അവർക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അത് പിന്നെയും ChatGPT ഇട്ടിട്ട് അത് ഫിക്സ് ചെയ്യാൻ പറയണം. അപ്പം അങ്ങനെ ബാക്ക് ആൻഡ് ഫോർത്ത് പോയിക്കൊണ്ടിരിക്കണം. പക്ഷേ എന്നാലും അവരൊരു സിനാരിയോ എത്തും ChatGPTക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്തത്. ആ കേസിലാണ് നമ്മളെ പോലത്തെ ഡെവലപ്പേഴ്സിൻ്റെ ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ AI പേടിക്കരുത്. AI നമുക്കൊരു ടൂളാണ്. ഇപ്പോൾ നമുക്ക് കോഡ് എഴുതാൻ VS കോഡൊക്കെ ഉള്ളത് പോലെ AI നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു ടൂൾ മാത്രമാണ്. അങ്ങനെ വേണം നിങ്ങൾ AI കാണാൻ. അല്ലാതെ ഒരിക്കലും നമ്മളുടെ റീപ്ലേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മളൊരു ശത്രുവായിട്ട് നമ്മൾ ഒരിക്കലും അതിനെ കാണരുത്. പക്ഷേ ഇത് ആൾക്കാരെ റീപ്ലേസ് ചെയ്യുമെന്നുള്ള ടോപ്പിക് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇഷ്യൂ. അപ്പോൾ ഇത് ഓക്കെ, കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ Claude 2 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, JSX. എന്നിട്ട് ഇതിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ കോഡ് നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വേറെ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല, ഡയറക്റ്റ്ലി അതേപോലെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവരിവിടെ UUID ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഡേറ്റ് ആണ് യൂസ് ചെയ്യണത് അതിൻ്റെ പകരം. കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആപ്പ് എന്നുള്ളത് നമുക്കിവിടെ Claude എന്നാക്കാം. അതേപോലെ എക്സ്പോർട്ട് ഡീഫോൾട്ടിൻ്റെ പേര് മാറ്റാം. ഇത് സേവ് ചെയ്തതിന് ശേഷം app.jsx വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ടു ഡു ആപ്പ് കമൻറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടിയിൽ ഇത് പേസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ ഇനി സേവ് ചെയ്തിട്ട് നമ്മളിനി നേരെ ബ്രൗസറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ടു ഡു ആപ്പ് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ആക്ച്വലി നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ അത് ഓവർറൈഡ് ചെയ്ത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും BG Grey 100. അപ്പോൾ ഇത് ഇട്ടുകൊണ്ട് എന്ത് പറ്റി, നമ്മൾ കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് കളർ ഓവർറൈഡ് ആയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ഈ കളർ ഒന്ന് റിമൂവ് ചെയ്യുക. നമുക്ക് വൈറ്റിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ യൂസ് ചെയ്യുന്നവർക്ക് പ്രശ്നമാവേണ്ട. ഓക്കെ, ഇപ്പോൾ നമുക്ക് പഴയ പോലെ സാധനം കിട്ടി. ഞാൻ എന്തായാലും ഒരു സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ കാണിച്ചിരുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഹായ് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തി. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കളർ ഉള്ളത് ഇപ്പോൾ നമ്മളുടെ കളർ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് അതേപോലെ പഴയ പോലെ വരുത്തിയിട്ട് ഈ മൊബൈൽ യൂസ് ചെയ്യണ ഒരു കുറച്ച് നേരം ഒന്ന് ബ്രൈറ്റ്നസ് കുറച്ചിട്ട് വേണം കാണാൻ. കാരണം ഇപ്പോൾ ഞാൻ ആ ഡാർക്ക് മോഡ് റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ എല്ലാ കോഡും നമുക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അവരെ കോഡ് മാത്രം ഇരുന്നോട്ടെ. ഇനിയിപ്പോൾ ഞാനിവിടെ ഹായ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ചെക്ക് ബോക്സ് ഉണ്ട്. നമ്മൾ ചെക്ക് ബോക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല അവരോട്, പക്ഷേ അവർ ഇട്ട് തന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് ഹലോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ആഡ് അമർത്തിയൊക്കെ വർക്ക് ആവുന്നുണ്ടാവുന്നു, അത് വർക്ക് ആവുന്നുണ്ട്. നമുക്കിവിടെ ഹായ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അമർത്താം, അതും വർക്ക് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ ഇനി ഹലോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവുന്നുണ്ട്. ഹായ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഡിലീറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് എഡിറ്റ് ഫംഗ്ഷനാലിറ്റി നോക്കുക. അപ്പോൾ അത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് ബോക്സിലാണ് വരുന്നത്. അത് നല്ലൊരു ഫീച്ചർ അല്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ഒരു സേക്ക് ഓഫ് ആർഗ്യുമെൻറ്റ് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് ഓക്കെ അമർത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ എഡിറ്റ് ആവുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ പറയാണ്ട് തന്നെ, നമ്മൾ ആക്ച്വലി പറഞ്ഞിട്ടില്ലല്ലോ അത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഡിലീറ്റ് എഡിറ്റ് ഫംഗ്ഷനാലിറ്റി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പറയാണ്ട് തന്നെ അത് ചെയ്ത് തന്നിട്ടുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ സൈഡ് ബൈ സൈഡ് ഇടാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കോഡി വന്നിട്ട് ഈ ടു ഡു ആപ്പിനും കൂടിയും അൺകമൻറ്റ് ചെയ്യണം. ഇത് സേവ് ചെയ്തിട്ട് ബാക്കി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മേലെ നമ്മളുടെ ChatGPT ജനറേറ്റ് ചെയ്തതും കാണാൻ പറ്റും. താഴെ നമുക്ക് Claude 2 ജനറേറ്റ് ചെയ്തിട്ടുള്ളതും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ഹായ് അടിച്ചിട്ട് എൻ്റർ അമർത്താം. അതേപോലെ ഇവിടെ നമുക്ക് ജസ്റ്റ് ഹായ് അമർത്തിട്ട് എൻ്റർ അമർത്താം. അപ്പോൾ ഇവിടെ നിങ്ങളിത് ശ്രദ്ധിച്ച് നോക്കണം. കാരണം ഇത് ഞാനും ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഇത് ജനറേറ്റ് ചെയ്യണത്. കാരണം Claude 2 ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ AI യൂസ് ചെയ്തിട്ട് പോലുമില്ല. അപ്പോൾ ഇവിടെ ഈ ചാർട്ട് പ്രകാരം പറഞ്ഞിട്ടുള്ളത് ChatGPT 3.5 0.5% ആണ് സക്സസ് റേറ്റ്. Claude 2 4.8% ആണ്. അപ്പോൾ ഇത്രയും ഡിഫറൻസ് ഉള്ള രണ്ട് AIs ആണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസമാണ് നമ്മളോട് കാണുന്നത്. ഇത് പക്ഷേ നമ്മൾ നോക്കി നമുക്കിത് പറയാൻ പറ്റുമോ, ഇത് ഇത്രയും ഡിഫറൻസ് ഉള്ള AIs ആണ് ജനറേറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. അതായത് ബെസ്റ്റ് പ്രാക്ടീസസ് യൂസ് ചെയ്തിട്ടില്ല, കളർ കോൺട്രാസ്റ്റ് മോശം, പിന്നെ എഡിറ്റ് ബട്ടൺ ആണെങ്കിൽ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ എഡിറ്റ് ചെയ്യണത് ഒരു അലേർട്ട് പോപ്പപ്പിൽ, നമ്മൾ ഈ മോഡേൺ ടൈമിൽ ഒരിക്കലും യൂസ് ചെയ്യാത്ത ഒരു അലേർട്ട് പോപ്പപ്പ് ആണത്. അപ്പോൾ ഇത്രയും പെർസെൻറ്റേജിൽ ഡിഫറൻസ് ഉണ്ടായിട്ട് പോലും അത് വളരെ പ്ലെയിൻ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കോഡാണ് ഈ രണ്ട് AIയും ജനറേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഏത് AI ആണ് ബെറ്റർ എന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം രണ്ടും അങ്ങനത്തെ ഒരു അവസ്ഥയാണ്.
അപ്പോൾ ഇനിയിപ്പോൾ ഡെവൻ വന്നിട്ട് ക്ലെയിം ചെയ്യണത് അത് 13% ബെറ്റർ ആണെന്നാണ്. നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത 4ഉം 0 തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചാറ്റ് ജി പി ടിയും ക്ലോഡ് 2ഉം. അതന്നെ നമ്മളിപ്പോൾ കണ്ടു ഏകദേശം എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ പിന്നെ ഈ ഡെവൻ 13 എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം സത്യം എന്നുള്ളത് അത് അവർ റിലീസ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഡെവൻ എത്രത്തോളം ഫേക്ക് ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പെർഫോമൻസ് ബെഞ്ച് മാർക്ക് ഇൻകറക്റ്റ് ആവാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അത് ആക്ച്വലി 13% കൂടുതലാണ് അത് ഇൻകറക്റ്റ് ആവാനുള്ള ചാൻസ്. ഇനി ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് നമുക്ക് ഡെവന് ദ ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് കൊടുക്കാം. അതായത് ഡെവൻ 13% പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അത് അക്സെപ്റ്റ് ചെയ്താലും ഈ 4ഉം 0 തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ പിന്നെ ഈ 4ഉം 13ഉം തമ്മിൽ നമുക്ക് ഊഹിക്കാന്നല്ലേ ഉള്ളൂ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ മുന്നേ റിഹേഴ്സ് ചെയ്തിട്ടില്ല, ഇത് ഞാൻ മുന്നേ ചെയ്ത് നോക്കിയിട്ട് പോലില്ല. ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ടാണ് ഇത് ഞാനിവിടെ ചെയ്ത് കാണിച്ചത്. ഇനിയിപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ടു ഡു ആപ്പ്. ഇനിയിപ്പോൾ ഒരു ഇ കൊമേഴ്സ് പോലത്തെ ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷനൊക്കെ ബിൽഡ് ചെയ്യാൻ പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇനി നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇ കൊമേഴ്സ് പോലത്തെ അല്ലെങ്കിൽ ഒരു വലിയ ആപ്ലിക്കേഷൻ ഈ ഡെവൻ എ ഐ പോലത്തെ ടൂൾ, അല്ലെങ്കിൽ ഡെവൻ എ ഐ പോലത്തെ വേണ്ട, ഡെവൻ എ ഐ തന്നെ ഫോക്കസ് ചെയ്യുക. കാരണം ഈ വീഡിയോ മൊത്തം ഡെവൻ എ ഐനെ കുറിച്ചിട്ടാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഡെവൻ എ ഐനെ തന്നെ ഫോക്കസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഡെവൻ എ ഐ ഇ കൊമേഴ്സ് പോലത്തെ കോംപ്ലിക്കേറ്റഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോംപ്ലിക്കേറ്റഡ് ആപ്ലിക്കേഷൻ നമുക്ക് ബിൽഡ് ചെയ്ത് തരാം? ഈ എ ഐൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ക്രെഡിറ്റ്സിലാണ് വർക്ക് ആവുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ്സിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഹെയ്ബർ എന്ന് പറഞ്ഞൊരു എ ഐ ടൂൾ ഉണ്ട്. ഇത് ബേസിക്കലി നമുക്ക് എ ഐ ഇമേജസും എ ഐ വീഡിയോസും ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളുടെ സ്വന്തമായിട്ടൊരു വീഡിയോ ഉണ്ടെങ്കിൽ അത് നമ്മളെ കംപ്ലീറ്റ്ലി ആനിമേറ്റഡ് ആക്കിയിട്ടൊരു വീഡിയോ ഇത് ജനറേറ്റ് ചെയ്ത് തരും. അങ്ങനെ കുറേ വീഡിയോ റിലേറ്റഡ് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന്. പക്ഷേ ഇത് പെയ്ഡ് ആണ്, ഇത് ഫ്രീ അല്ല. ഇത് $5 സബ്സ്ക്രിപ്ഷൻ ആണ് മന്ത്ലി. അത് ഓരോ, അപ്പോൾ എൻ്റെ ഇപ്പോൾ 957 ക്രെഡിറ്റ്സ് ഉണ്ട് ഇതിന്. കാരണം ഞാനിതിപ്പോൾ കുറച്ചായി യൂസ് ചെയ്യണത്. നമ്മുടെ കുറേ ഇൻസ്റ്റാഗ്രാമിലത്തെ കുറേ വീഡിയോസിന് വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മൈ വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ കുറേ ജനറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റും. ഇത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലത്തെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ വീഡിയോസൊക്കെ ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടാണ് അതിൽ യൂസ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ കേബർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്? ഇത് കാണിച്ചു തരാൻ കാരണം ഇതിൻ്റെ പോയിന്റ്സ് ആണ്, ഇതിൻ്റെ ക്രെഡിറ്റ്സ് ആണ്. അപ്പോൾ എൻ്റെ ഉള്ളത് 957 ക്രെഡിറ്റ് ആണ്. അപ്പോൾ അത് എന്താണ് അതിൻ്റെ യൂസ്? അപ്പോൾ മിക്ക എ ഐസും വർക്ക് ചെയ്യുന്നത് ഈ ക്രെഡിറ്റ് ബേസിലാണ്. അപ്പോൾ ഇവിടെ കേബറിൽ വന്നിട്ട് നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ, മോഷൻ, ഫ്ലിപ്പ് ബുക്ക്, അങ്ങനെ പല ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫോം എന്നുള്ളത് ഒരു റിയൽ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആനിമേറ്റഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇത് വീഡിയോയുടെ ലെങ്ത്ത് 3 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെയാണ് മാക്സിമം. എന്നിട്ട് താഴെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്രെഡിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ 1 second ഓഫ് ട്രാൻസ്ഫോം 1.0 ജനറേഷൻ ഇസ് ഈക്വൽ ടു 5 ക്രെഡിറ്റ്സ്. പിന്നെ 1 second ഓഫ് ട്രാൻസ്ഫോം 2 ജനറേഷൻ ഇസ് ഈക്വൽ ടു 6 ക്രെഡിറ്റ്. അതായത് നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത്ത് 1 second ആണെങ്കിൽ അത് ട്രാൻസ്ഫോം ചെയ്യാൻ, അതായത് അത് ഇതേപോലെ ആനിമേറ്റഡ് ആക്കണമെങ്കിൽ 5 ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഉള്ള 957 ആണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യും, -5 ക്രെഡിറ്റ് പോവും 1 സെക്കൻഡ് വീഡിയോ ട്രാൻസ്ഫോം ചെയ്യാൻ. കാരണം ഈ എ ഐസ് ഒക്കെ വർക്ക് ചെയ്യണത് ചെറിയ കോസ്റ്റ് അല്ല, അത്യാവശ്യം സെർവർ കോസ്റ്റ്, ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ഇവർ പേ ചെയ്യുന്നുണ്ട്. കാരണം GPU, CPU അതിനൊക്കെ നല്ല ഹൈ സ്പെക്ക് വേണം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഇത്രയും ക്രെഡിറ്റ്സ് ഒക്കെ 1 സെക്കൻഡ് വീഡിയോക്ക് പോലെ എടുക്കുന്നത്. കാരണം കുറേ ആൾക്കാർ ഇത് ഒരേ ടൈമിൽ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ കുറേ GPU CPU യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുറേ റീസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെർവർ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും എക്സ്പെൻസീവ്. ഇപ്പോൾ ആ ജനറേറ്റ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അതിൽ മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പിന്നെയും പ്രോംപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിനും സെപ്പറേറ്റ് ക്രെഡിറ്റ് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിപ്പോൾ 1 സെക്കൻഡ് വീഡിയോക്കാണ് 5 ക്രെഡിറ്റ്. അപ്പോൾ ഇത് ഡെവൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ എൻ്റെ അസംഷൻ എന്താണെന്ന് വെച്ചാൽ ഡെവൻ്റെ കേസിലും ക്രെഡിറ്റ് ബേസ് ആവാനാണ് ചാൻസ്. കാരണം ചാറ്റ് GPT എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് GPT 4 ഉണ്ട്. അപ്പോൾ ഈ ചാറ്റ് GPT 4ൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് 3 മണിക്കൂറിൽ വെറും 40 പ്രോംപ്റ്റ് ആണ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മളിവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്യണത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് 40 പ്രാവശ്യമാണ് നമുക്ക് ആകെ 3 മണിക്കൂറിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 40 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 3 മണിക്കൂർ വെയിറ്റ് ചെയ്യണം അടുത്ത പ്രാവശ്യം ചെയ്യണമെങ്കിൽ. അപ്പോൾ ചാറ്റ് GPT 4 ക്രെഡിറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം ടൈം വെച്ചിട്ടാണ് കളിക്കുന്നത്. പക്ഷെ നമ്മൾ ഡെവൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ലാസ്റ്റത്തെ 2 വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവർ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ബിൽഡ് ചെയ്യണതിൻ്റെ ടൈം സ്റ്റാമ്പ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതായത് ഇവിടെ ഇവരിപ്പോൾ സംസാരിച്ചു തുടങ്ങിയത് 11:16 AM ഇനി നമുക്ക് എന്ത് ചെയ്യുക, കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഡെവൻ എല്ലാതും ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എത്ര ടൈം ഡെവൻ എടുത്ത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫോർവേഡ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 12:12 അതായത് 12 PM, അതായത് 11:16 AM തുടങ്ങിയിട്ട് 12 PM ഇത് തീരുന്നത്. അപ്പോൾ അതായത് 1 മണിക്കൂറാണ് ഡെവന് ഈ ഒരു ആപ്ലിക്കേഷൻ, അത് എന്താണ് ഇവർ ചെയ്യുന്നത് എനിക്കറിയില്ല എക്സാക്ട്ലി,
പക്ഷേ ആ ഒരു ഇഷ്യൂ, അഫിക്സ് ലോഗ് എക്സ്ട്രാക്ഷൻ ഇഷ്യൂ, ഈ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ ഡെവിൻ എടുത്തത്. ഇതിപ്പോൾ ക്രെഡിറ്റ് ബേസിലാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ അവസ്ഥ? നമ്മളിപ്പോൾ നേരത്തെ അവിടെ കണ്ട് കേബറി യൂസ് ചെയ്യണത് 1 സെക്കൻഡിന് 5 ക്രെഡിറ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്തത് 1 മണിക്കൂറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ചെറിയൊരു മാത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര ക്രെഡിറ്റ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. 1 മിനിറ്റിന് 6 ക്രെഡിറ്റ് ആണ് കേബർ എടുത്തത്. അപ്പോൾ നമുക്ക് ഈ കേസിൽ വന്നത് 1 മണിക്കൂറാണ്. അപ്പോൾ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 3600 സെക്കൻഡ്സ് ആണ്. അപ്പോൾ 3600 സെക്കൻഡ്സ് ഇൻറ്റു 6, 21,600, അതായത് 21,600 ക്രെഡിറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷന് ചിലവാകുന്നത്. ഇത് കംപ്ലീറ്റ്ലി കേബറിന്റെ പ്രൈസിങ് മോഡൽ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യണത്. ഡെഫിനറ്റ്ലി ഡെവൻ വേറെ രീതിയിലായിരിക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ആ ഒരു രീതി വെച്ച് നോക്കണമെങ്കിൽ 21,600 ക്രെഡിറ്റ്, അത് എത്ര ഡോളേഴ്സായി, എത്ര റുപ്പീസായി അത്? കാരണം ഇന്ത്യയിൽ ആകുള്ളത് 900 ക്രെഡിറ്റ് ആണ്. അതന്നെ ഞാനിപ്പോൾ ഒരു 3-4 മാസം കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് അത്ര കിട്ടിയത് തന്നെ. അപ്പോൾ എനിക്ക് ഡെവൻ്റെ പ്രൈസിങ് മോഡൽ എങ്ങനെയെന്ന് അറിയില്ല, കാരണം അതൊന്നും അവർ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷെ അതൊരു ചെറിയൊരു എമൗണ്ട് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 1 മണിക്കൂറൊക്കെ അവർ സെർവർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതേപോലെ ഒരു 1000 പേര് ഇട്ടിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ അവർ കംപ്ലീറ്റ് റീസോഴ്സസ് അതിങ്ങനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത്രയും സെർവർ കോസ്റ്റാണ് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് കവർ ചെയ്യണം. കാരണം ചാറ്റ് ജിപിടിക്ക് ഇനീഷ്യലി പറ്റിയത് അതാണ്. മില്യൺസ് ഓഫ് ആൾക്കാർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ആ ആപ്ലിക്കേഷൻ എപ്പോഴും ഡൗൺ ആവുമായിരുന്നു. അവർക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടമാണ് ദിവസം സെർവർ കോസ്റ്റിൽ. പക്ഷെ അവർക്ക് റിട്ടേൺ ആയിട്ടൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ പിന്നെയാണ് അവർക്ക് ഇൻവെസ്റ്റേഴ്സൊക്കെ ആയത്. പിന്നെയാണ് അവർ സബ്സ്ക്രിപ്ഷൻ മോഡലൊക്കെ തുടങ്ങിയത്. പിന്നെ എൻ്റെ അടുത്ത കൺസേൺ എന്ന് വെച്ചാൽ ഈ 1 മണിക്കൂറിൽ ഞാനിപ്പോൾ അഥവാ എൻ്റെ ഇൻ്റർനെറ്റ് പോവുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓഫ് ആവായിട്ട് ചെയ്താൽ ഈ ഒരു പ്രോസസ്സിന് എന്ത് പറ്റും? ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഡെവൻ സെർവറിൽ ചെയ്യണുണ്ട്. അപ്പോഴും തിരിച്ചു വന്നാൽ എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുമോ? അപ്പോൾ അങ്ങനത്തെ കുറച്ച് കൺസേൺസ് കൂടി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാലും ഈ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് അപ്വർക്കിലത്തെ ഒരു വർക്ക് ചെയ്യാനാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ 3 മണിക്ക് തുടങ്ങി 3:24 കാണാൻ പറ്റും 5:58 അതായത് 3 മണിക്ക് തുടങ്ങിയിട്ട് 5:58 ഇത് പരിപാടി തീർക്കുന്നത്. ഐ ഹാവ് കമ്പൈൽഡ് എ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഓൺ ദ മോഡൽസ് പെർഫോമൻസ്. അപ്പോൾ ഇത്രയും ടൈം ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 2 മണിക്കൂർ AI എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു നോർമൽ ഡെവലപ്പറിന് ചെയ്യാൻ പറ്റുന്ന ടൈമല്ലേ ഈ 1 മണിക്കൂറൊക്കെ? കാരണം നമ്മളൊരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കിയാൽ നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഡെവൻ AIക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം. 2 മണിക്കൂർ നമുക്ക് അതിൻ്റെ അഡ്രസ്സ് ഇല്ല. അത് നമുക്ക് എന്ത് ഔട്ട്പുട്ട് തരുമെന്നറിയില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നറിയില്ല. നമ്മൾ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്ലി അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസാണ് നമ്മൾ ഇങ്ങനത്തെ AIസിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഡെവൻ ഒരു കംപ്ലീറ്റ്ലി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു ഇവരെ. അവർ കംപ്ലീറ്റ്ലി ഹൈപ്പാക്കിയതാണ്. ഡെഫിനറ്റ്ലി ഇവർ മുന്നോട്ട് കൊടുത്തിട്ടുള്ളത് നല്ലൊരു കോൺസെപ്റ്റാണ്. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു AI ആണത്. പക്ഷേ അത് നമ്മളെ റീപ്ലേസ് ചെയ്യാനുള്ളൊരു ലെവൽ ആയിട്ടില്ല. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്ന ഡെവൻ AI 5 മാസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇപ്പോഴും വളരെ ഏർലി സ്റ്റേജസ് ആണ്. എന്തായാലും ഇത് പ്രോഗ്രസ് ചെയ്യും തോറും ഇത് ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ആവും. അത് എല്ലാ AIസും അതേപോലെ തന്നെ ടൈം കൂടും തോറും അത് ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ അവർ കാണിച്ചതൊക്കെ കംപ്ലീറ്റ്ലി മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പിന്നെ അവർക്ക് ബേസിക്കലി ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്ന് പൈസ കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് ഡെവൻ AIനെ പേടിച്ചിട്ട് ആരും പഠിക്കാണ്ടിരിക്കേണ്ട. കാരണം അതെന്തായാലും ഇപ്പോൾ അടുത്തൊന്നും നമ്മളെ റീപ്ലേസ് ചെയ്യില്ല. ഇനി ആർക്കെങ്കിലും അതേപോലെ ആ ഒരു പേജുണ്ട് ഡെവൻ AI നമ്മൾ റീപ്ലേസ് ചെയ്യാന്നൊക്കെ പേജുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഐഡിയ മനസ്സിലാവും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത ടു ഡു ആപ്പ് കണ്ടാൽ തന്നെ അവർക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും. ഇതെന്തായാലും ഇപ്പുറത്തൊന്നും നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പോണില്ല എന്ന്. ഇനി നമ്മളുടെ ലാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. അതായത് AI ആൾക്കാരെ റീപ്ലേസ് ചെയ്യും. ഇത് കുറേ പേര് ഇപ്പോൾ അടുത്തും ഇൻസ്റ്റയിൽ ലൈവ് വന്നപ്പോഴും കുറേ പേര് ചോദിച്ചൊരു ചോദ്യമാണ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി കുറച്ച് ട്രിക്കിയാണ്. കാരണം ഈ AI എന്നുള്ളത് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് മാത്രമല്ല പല ഫീൽഡിൽ നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമുക്ക് ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ, നമുക്ക് ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ, നമുക്ക് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാൻ, ഇമേജ് ജനറേറ്റ് ചെയ്യാൻ, ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ. പിന്നെ ഓപ്പൺ AIയുടെ തന്നെ സോറ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ AI വന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി സിനിമറ്റോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോ, മോഷൻ ഗ്രാഫിക്സ്, വീഡിയോ റെക്കോർഡിംഗ്, മീഡിയ ടീം ഇവർ കംപ്ലീറ്റ്ലി ഇവരെ റൈവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സോറ എന്ന് പറഞ്ഞ AI ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ, ഇത് സോറ വെച്ചിട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതല്ലാതെ വേറൊരു ആള് പേപ്പർ പറപ്പിച്ച് വിടുന്നതോ അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സിൽ എഡിറ്റ് ചെയ്തൊന്നുമല്ല. ഇത് സോറ എന്ന് പറഞ്ഞ AI ജനറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് AI ആണോ അതോ ഒറിജിനൽ ആണോ എന്ന്. പക്ഷേ ഈ കാണുന്ന വീഡിയോ AI ആണ്, സോറ വെച്ചിട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ പ്രോംപ്റ്റ് എന്താണെന്ന് വെച്ചാൽ A stylish woman walks down a Tokyo street filled with warm glowing neon and animated city signage. She wears a black leather jacket, a long red dress, black boots. അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ബേസിക്കലി ഈ വീഡിയോ ജനറേറ്റ് ചെയ്തത്. ഇനിയും അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ കാണാൻ പറ്റും. ഇതൊരു പഴയ ടൈപ്പ് വിൻറ്റേജ് കാലത്തുള്ളൊരു വ്യൂ ആണ് ഇവർ കാണിക്കുന്നത്. അപ്പോൾ ഇതും AI ജനറേറ്റ് ചെയ്തിട്ടുള്ളതാണ്.
പിന്നെ ഈ കാണുന്ന ഗെയിം. അപ്പോൾ ബേസിക്കലി നമുക്ക് ഗെയിമിൻ്റെ ഓരോ പ്രിവ്യൂസും അല്ലെങ്കിൽ ട്രെയിലർ അടക്കം പോലും നമുക്ക് ഈ AI വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി താഴെ പോയി കഴിഞ്ഞാൽ ഒരു ആർട്ട് ഗാലറി കംപ്ലീറ്റ് ആയിട്ട് AI വെച്ച് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പല വീഡിയോസ്, ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ, പിന്നെ അതേപോലെ ഈ വീഡിയോ, പിന്നെ ഇതിൽ ആക്ച്വലി നല്ലൊരു ഡ്രോൺ ഷോട്ടിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിലില്ല എന്നാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി വീഡിയോ ആയിരുന്നു അത്. അത് ഡ്രോൺ ഷോട്ട് ആയിരുന്നു. അപ്പോൾ അവർ ബേസിക്കലി പ്രോംപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഡ്രോൺ ഷോട്ട് ചെയ്തിട്ടുള്ളൊരു വ്യൂ ആയിട്ടുള്ളൊരു വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ നല്ല രസത്തിലാണ് അത് ചെയ്തത്. അപ്പോൾ ഇത് പബ്ലിക്ലി അവൈലബിൾ അല്ല. കാരണം ഇതിപ്പോൾ അവൈലബിൾ ആയി കഴിഞ്ഞാൽ ഇത് ആൾക്കാർ മിസ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാ പോസിബിലിറ്റി നോക്കിയിട്ട് അതാണ് തോന്നുന്നത് ആ ഡ്രോൺ ഷോട്ട് ഞാൻ പറഞ്ഞത്. എന്ത് രസത്തിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടാൽ വിചാരിക്കും ഇത് ആക്ച്വലി ഒരാൾ ഡ്രോൺ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇതല്ല. ഇത് ഡ്രോൺ വെച്ചിട്ട് AI ജനറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത്രയും പെർഫെക്ഷനിലാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി മീഡിയ ടീംസ്, വീഡിയോ, മോഷൻ ഗ്രാഫിക്സ് ഇവർക്കൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മളിത് ആക്ച്വലി കുറേ ഇൻഡെപ്ത് ആയിട്ട് ഇതിൽ പോയി. പക്ഷേ ബേസിക്കലി നമ്മൾ സംസാരിച്ചത് ഇത് റീപ്ലേസ് ചെയ്യുമെന്നാണ്. അപ്പോൾ AI റീപ്ലേസ് ചെയ്യും. അതായത് ഇന്നല്ല നാളല്ല. പക്ഷേ ഒരു ദിവസം AI റീപ്ലേസ് ചെയ്യും. എന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും റീപ്ലേസ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയിൽ ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യണുണ്ട്. അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യുന്ന ടീംസ് ഉണ്ടാവും. ഇതേപോലെ മീഡിയ ടീംസ് ഉണ്ടാവും. ഇത് റെക്കോർഡ് ചെയ്യാനും ഇത് കളർ ഗ്രേഡ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും ഒക്കെ. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 5 പേരുണ്ടാവും എന്ന് വിചാരിക്കുക. 1, 2, 3, 4, 5. അപ്പോൾ 5 പേര് കൂടിയിട്ടാണ് ഇവർ ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൂള്, അതായത് ഞാൻ പറഞ്ഞ ഇപ്പോഴല്ല, ഫ്യൂച്ചറിൽ ഒരു 3 വർഷം അല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 8 വർഷം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവണമെന്ന് വെച്ചാൽ ഈ ഇത്രയും ആൾക്കാരുടെ ആവശ്യം വരുന്നില്ല. കാരണം ഇതിപ്പോൾ ഒരു മാനുവലി ചെയ്യുന്ന വർക്കൊക്കെ ഇപ്പോൾ ഈ സോറ പോലത്തെ AI വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും 1, 2, 3 ആൾക്കാരുടെ ജോബ് അവിടെ നിന്ന് പോകും. അവർ റിഡൻഡൻ്റ് ആവും. കാരണം ഇത്രയും ആൾക്കാർ ചെയ്ത വർക്ക് ഇപ്പോൾ ഈ 2 പേരെ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം അത് അവരെ സ്കില്ലല്ല, അത് ബേസിക്കലി ഈ AIയുടെ ഹെൽപ്പ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അവർ ആ ടൂൾ ഉപയോഗിച്ചിട്ട് അവരെ വർക്ക് കുറച്ചുകൂടി എളുപ്പമാക്കുകയാണ്. അതുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഹെഡ് കൗണ്ട്സ് കുറയും. അതായത് 10ഉം 15 ആൾക്കാരുള്ള സ്ഥലത്ത് ചിലപ്പോൾ 8ഓ 6ഓ 5ഓ ആൾക്കാരെ മാറും. ആ ഒരു സംഭവം ഞാൻ ഫ്യൂച്ചറിൽ ഒരു സിനാരിയോ ആയിട്ട് അസ്യൂം ചെയ്യാണ്. അതായത് ഇത് നടക്കുമോ ഇല്ല എന്നുള്ളത് നമ്മളുടെ കയ്യിലല്ല. എനിക്ക് ആകെ അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഒപ്പീനിയൻ ആകെ പറയാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ ഒരു അസംപ്ഷൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ആൾക്കാരുടെ ജോബിൻ്റെ എണ്ണം കുറയും. അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ഈ 3 പേര് എന്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 3 പേര് കംപ്ലീറ്റ്ലി ആയിട്ട് ജോബ്ലെസ് ആണോ? അല്ല. കാരണം ഈ 3 വർഷം 5 വർഷം കഴിയുമ്പോൾ AI വളരുന്നതിനനുസരിച്ച് ഇൻഡസ്ട്രിയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ എക്യുപ്മെൻറ്റ്സ് വരും. അപ്പോൾ AIക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ ചെയ്യാൻ സാധിക്കും. കാരണം AI പഠിച്ചിട്ടുള്ളത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ പുതിയൊരു സാധനം വരുമ്പോൾ അത് AIക്ക് സ്വാഭാവികമായിട്ട് പഠിക്കാൻ ടൈം എടുക്കും. കാരണം അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ കൂടെ പോയാലാണ് അത് പഠിക്കുള്ളൂ. അതുകൊണ്ട് ഇവർ ഇൻഡസ്ട്രിയിൽ അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് വേറെ ജോബ് സിമ്പിളായിട്ട് നേടാൻ സാധിക്കും. ഇതിപ്പോൾ ഹെഡ് കൗണ്ട് കുറയണ സിനാരിയോ. പക്ഷേ ഇനിയിപ്പോൾ ഹെഡ് കൗണ്ട് കുറയുന്നില്ല. അതേപോലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഇവരെ സാലറി കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ജസ്റ്റ് എൻ്റെ ഒപ്പീനിയൻ ആണ്. ഇതൊന്നും ഇതേപോലെ നടക്കുന്നല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് എൻ്റെ ഒപ്പീനിയൻ ആണ് ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസിൽ പല പല ഒപ്പീനിയൻസ് ആയിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ പറയുന്നത് തെറ്റാവാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ശരിയാവാം. അപ്പോൾ ജസ്റ്റ് ഒരു ഒപ്പീനിയൻ ആയിട്ട് എടുത്താൽ മതി. അതുകൊണ്ട് ഒരിക്കലും ഇത് ഫാക്റ്റ് ആയിട്ട് എടുക്കരുത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇനി അടുത്ത സിനാരിയോയിൽ ചിലപ്പോൾ ഇവരെല്ലാവരും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ സാലറി കുറവായിരിക്കാം. കാരണം ഇപ്പോൾ അവർക്ക് ആ ടൂൾ ഉള്ളതുകൊണ്ട് ഇവർ ഇത്രയും പേ ചെയ്ത് ഇരുത്തേണ്ട ആവശ്യമില്ലല്ലോ. കാരണം AI ടൂൾ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ സാലറി കുറച്ച് കയറ്റിയിട്ട് ആ ടൂൾ വെച്ചിട്ട് ഇവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ സിനാരിയോയാണ് ഞാൻ കാണുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇവർ മാർക്കറ്റിൽ അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓരോ ടൂൾസും കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് അതിനനുസരിച്ചിട്ട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ Devin AI നമ്മൾ കണ്ടു. അപ്പോൾ Devin AIക്ക് ചിലപ്പോൾ റിയാക്ട് അറിയായിരിക്കാം. പക്ഷേ ഇന്നിപ്പോൾ ഇറങ്ങിയ നെക്സ്റ്റ്.js 14.2 അറിയോ? അറിയില്ല. കാരണം AI നമ്മൾ ട്രെയിൻ ചെയ്യണം. കാരണം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അതിന് 14.2ൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ. ഇനിയിപ്പോൾ 14.2ൽ എന്തെങ്കിലും ബഗ്ഗും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതും ആ ഡെവലപ്പേഴ്സ് ഗിറ്റ്ഹബിൽ ഫിക്സ് ചെയ്തിട്ട് PR ക്രിയേറ്റ് ചെയ്തിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ചേഞ്ചസ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫായിട്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞു തന്നത്. ബ്രീഫ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ടൈം സ്റ്റാമ്പ് നോക്കുമ്പോൾ 1 hour ആയിട്ടുണ്ട് വീഡിയോ. അത് എഡിറ്റ് ചെയ്തിട്ട് എന്തായാലും ചുരുക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അഡ്വൈസ് ആയിട്ട് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾ ഈ AIs വരുമ്പോൾ അതിനെ പേടിക്കാതെ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അത് നിങ്ങളുടെ വർക്ക് ഫ്ലോയിൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. AIനെ നമ്മൾ ഒരിക്കലും ഒരു ശത്രുവായിട്ട് കാണരുത്, ഒരു സഹായമായിട്ട് മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഇതുവരെ കണ്ടിഷ്ടമെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് Devin AIനെ കുറിച്ച് പേടിയുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക.
ഞാൻ ഡീബഗ് മീഡിയ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.